ഇന്ന് നമ്മൾ നമ്മുടെ സ്വന്തം കോഴിക്കോടൻ കണ്ണുവെച്ച പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. ലെയറായിട്ടുള്ള ഒരു സിമ്പിൾ പത്തിരി റെസിപ്പിയാണിത്. ഇതിൻ്റെ കൂടെ പ്രഷർ കുക്കർ മാത്രം വെച്ചിട്ട് എളുപ്പത്തിൽ നമുക്കൊരു കടലക്കറി കൂടെ ഉണ്ടാക്കാം. ഇത് കണ്ടോ, ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കേണ്ട നല്ലൊരു അടിപൊളി പത്തിരിയുടെ റെസിപ്പിയാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി ഇതുണ്ടാക്കുന്ന രീതിയാണ് ഇതിനെ വ്യത്യസ്തമാക്കുന്നത്. നല്ല രുചിയുള്ള പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റിയ ഒരു കടലക്കറിയുടെ റെസിപ്പിയും കൂടിയാണിത്. തേങ്ങയൊന്നും അരച്ച് ചേർക്കാതെ തന്നെ നല്ല കുറുകിയ ചാറോട് കൂടെയുള്ള കറിയാണിത്. ഇതിനു വേണ്ടി നമ്മൾ 2 കപ്പ് മൈദമാവാണ് എടുക്കുന്നത്. ഇതിന് പകരം ഗോതമ്പ് പൊടിയും മൈദമാവും കൂടെ സമം എടുത്ത് ഉണ്ടാക്കാവുന്നതാണ്. ഇനി ഒരു 1.5 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 2 ടീസ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുത്ത് കൈകൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇത് കുഴച്ചെടുക്കാൻ വേണ്ടി 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് കുറച്ചായി ഒഴിച്ചു കൊടുത്ത് പൂരിക്കൊക്കെ കുഴക്കുന്നത് പോലെ തന്നെ കുഴച്ചെടുക്കും. നമ്മൾ എടുത്ത വെള്ളം ഒരു 1/4 കപ്പ് വെള്ളത്തോളം ബാക്കിയുണ്ട്. ഇനി ഇതൊരു 15 മിനിറ്റെങ്കിലും മാറ്റി വെച്ചതിന് ശേഷം വേണം നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. ഇനി ഇതൊന്ന് കുഴച്ചെടുത്ത് ഇതുപോലെ ഉരുട്ടിയെടുത്ത് ഓരോ ബോൾസ് ആക്കി എടുക്കണം. ചപ്പാത്തിക്കൊക്കെ എടുക്കുന്ന ആ ഒരു വലിപ്പത്തിൽ തന്നെ വേണം ഉരുട്ടിയെടുക്കാൻ. ഇതുപോലെ മുറിച്ചെടുത്താൽ പിന്നെ നല്ലോണം പരത്തിയെടുക്കാൻ വേണ്ടി കയ്യിൽ വെച്ച് നല്ലോണം ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കണം. ഇനി കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുത്ത് ഓരോ ഉരുളയും ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ തന്നെ പരത്തിയെടുക്കും. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് സൺഫ്ലവർ ഓയിലോ നെയ്യോ പുരട്ടി കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് പുരട്ടി കൊടുക്കുന്നത്. ആദ്യം ഇതിൻ്റെ 2 സൈഡും ഇതുപോലെ വേണം മടക്കിയെടുക്കാൻ. ഇനി മടക്കിയ ഒരു ഭാഗത്തും കുറച്ച് ഓയിൽ പുരട്ടി കൊടുക്കാം. ഓയിൽ പുരട്ടിയതിനു ശേഷം ഇതിൻ്റെ 2 ഭാഗവും ഇതുപോലെ ഒന്നുകൂടെ മടക്കി കൊടുക്കാം. മടക്കിയ ഭാഗത്തൊക്കെ ഓയിൽ പുരട്ടി കൊടുക്കണം. ഓരോ ലെയറായി കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി 4 ഭാഗത്തുനിന്നും ഇതുപോലെ മടക്കി കൊടുക്കാം. മടക്കിയതിന് ശേഷം ഒന്ന് അമർത്തി കൊടുക്കുകയും ചെയ്യാം. ഇനി കുറച്ച് പൊടി ഇട്ട് കൊടുത്ത് ഈ മടക്കി എടുത്തത് ഒന്നും കൂടെ ചതുരത്തിൽ ഇതുപോലെയാണ് പരത്തിയെടുക്കുന്നത്. മടക്കിയ ഭാഗം പരത്താതെ ഈ ഒരു ഭാഗം മാത്രം വേണം പരത്തിയെടുക്കാൻ. ഇനി ഇത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കും. മീഡിയം ഫ്ലെയിമിൽ തിരിച്ചും മറിച്ചും ഇട്ട് ഗോൾഡൻ കളറിൽ ഫ്രൈ ചെയ്തെടുക്കും. ഇനി പ്രഷർ കുക്കർ മാത്രം വെച്ചിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു കടലക്കറി ഉണ്ടാക്കിയെടുക്കും. തലേ ദിവസം രാത്രി വെള്ളത്തിൽ കുതിർത്ത് വെച്ച 1 കപ്പ് കടലയാണ് രാവിലെ നല്ലോണം കഴുകി പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിന് വേണ്ട പൊടികളെല്ലാം ഒന്നിച്ചിട്ട് കൊടുക്കും. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടിയുമാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി 2 പച്ചമുളക് നെടുകെ കീറിയതും 10 അല്ലി വെളുത്തുള്ളി ചതച്ചതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തിയരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ഒരു വലിയ ഉള്ളിയുമാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ ഒന്നിച്ച് തന്നെ ഇട്ട് കൊടുക്കാം. ഇത് വേവിച്ചെടുക്കാൻ വേണ്ടി 1.25 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുത്ത് വേവിച്ചെടുക്കാം. ഈ സമയത്ത് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് വേണേ വേവിക്കാൻ. വീഡിയോയിൽ വിട്ടുപോയതാണത്. ഇനി സാധാരണ നമ്മൾ കറിക്കൊക്കെ കടല വേവിച്ചെടുക്കുന്നത് പോലെ തന്നെ വേവിച്ചെടുക്കുക. കടല വേവിച്ച് ഇതിൻ്റെ പ്രഷറെല്ലാം പോയതിന് ശേഷമാണ് തുറക്കുന്നത്. വേവിച്ചെടുത്തിട്ടുള്ള ഈ ഒരു കടല ഉടഞ്ഞു പോകാതെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് ഉടച്ചെടുക്കണം. ഇങ്ങനെ സവാള ഉടച്ചെടുക്കുമ്പോൾ തന്നെ കറിക്ക് നല്ല കൊഴുപ്പും രുചിയും കിട്ടുന്നതാണ്. ഇപ്പോൾ തന്നെ കറിക്ക് ആവശ്യത്തിന് കൊഴുപ്പുണ്ട്. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടെയും കട്ടി വേണമെങ്കിൽ ഒരു 1/4 കപ്പ് കുതിർത്ത കടലയിൽ 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലോണം അരച്ചെടുത്ത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുത്ത് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കും. നിങ്ങൾക്ക് മല്ലിയിലയുടെ രുചി ഇഷ്ടമാണെങ്കിൽ ഈ സമയത്ത് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിയില കൂടെ ഇട്ട് കൊടുക്കും. ഇനി കടലക്കറി ഇതുപോലെ നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുത്ത് കുറച്ച് വറവും കൂടെ ഇട്ട് കൊടുക്കും.
ചൂടായിട്ടുള്ള 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ കുറച്ച് തേങ്ങാക്കൊത്തിട്ട് കൊടുത്ത് ഇളക്കിയെടുത്ത് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി സ്റ്റൗ ഓഫാക്കി 3-4 ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുത്ത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തേങ്ങയൊന്നും അരച്ച് ചേർക്കാതെ തന്നെ നല്ല കുറുകിയ ചാറും നല്ല രുചിയുമുള്ള കടലക്കറി ഇതുപോലെ ഉണ്ടാക്കാം. ഈ ഒരു കണ്ണുവെച്ച പത്തിരിയോട് കൂടെ ചിക്കൻ കറിയൊക്കെ കൂട്ടിക്കഴിക്കാൻ അടിപൊളി രുചിയായിരിക്കും. കടലക്കറി കൂട്ടിക്കഴിക്കാനും നല്ല രുചി തന്നെയാണ്. ഒരു പ്രാവശ്യം നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.